പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, ക്രിസ്തുവിലുള്ള വന്ദനം അറിയിക്കുന്നു. ഇന്ന് ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. 2 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. But false prophets also arose among the people, just as there will also be false teachers among you, who will secretly introduce destructive heresies, even denying the master who brought them, bringing swift destruction upon themselves. അവിടെ കള്ളപ്രവാചകന്മാർ ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടക്കന്മാർ ഉണ്ടാകും. ഇതൊരു അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ശക്തമായ ചില മുന്നറിയിപ്പുകളാണ്. പഴയ കാലത്തും ഈ കാലഘട്ടങ്ങളിലും മനുഷ്യരുടെ ഇടയിൽ, സഭകളിൽ, സമുദായങ്ങളിൽ, സമൂഹങ്ങളിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് വിരോധമായി, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരോധമായി, ദൈവവചനത്തിന് വിരോധമായി ജനത്തെ തെറ്റിച്ച് കളയുന്ന അനേകർ എഴുന്നേറ്റിട്ടുണ്ട്. അത് ഈ കാലഘട്ടങ്ങളിൽ ഇത്തിരി കൂടുതലായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അതിനെ നമ്മൾ വളരെ സൂക്ഷിച്ച് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നാണ് പരിശുദ്ധാത്മാവ് ദൈവമക്കളോട് പറയുന്നത്. എങ്ങനെയാണ് അത് സൂക്ഷിക്കാൻ പറ്റുന്നത്? നമ്മൾ ദൈവത്തിൻ്റെ ഹിതത്തിലുള്ള ഒരു ആലോചനയാണോ, ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണോ ഞാൻ കേൾക്കുന്ന ദൂത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ തിരുവചനം മനസ്സിലാക്കണം. തിരുവചനത്തിൽ നിന്ന് നാം കർത്താവുമായിട്ട്, ആ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന വചനവുമായിട്ട് നമുക്ക് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടെങ്കിൽ ഒരിക്കലും ആർക്കും നമ്മളെ തെറ്റിച്ച് കളയുവാൻ കഴിയുകയില്ല. ഈ കാലഘട്ടങ്ങളിൽ ഉപദേഷ്ടകന്മാരും പ്രവാചകന്മാരും അധ്യക്ഷന്മാരും ധാരാളമായി എഴുന്നേറ്റിട്ടുണ്ട്. ഞാൻ 1990 രക്ഷിക്കപ്പെട്ട ഒരാളാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് മുന്നോട്ട് വന്ന് ജോലി ചെയ്ത് കർത്താവിൻ്റെ വേല ചെയ്ത ഒരു വ്യക്തിത്വമാണ് ഞാൻ. ഏകദേശം 35 വർഷക്കാലം ഈ ലോകപ്രകാരമുള്ള ജോലി ചെയ്യുകയും ആ ജോലി ചെയ്യുമ്പോൾ തന്നെ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുകയും ചെയ്ത ഒരാളെന്ന നിലയിൽ എനിക്ക് ധാരാളം അനുഭവങ്ങൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ നേരിട്ടതായ പല അനുഭവങ്ങളുണ്ട്. ഞാൻ കാര്യസാധ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പണസമ്പാദനത്തിന് വേണ്ടിയോ ഇന്നുവരെ ഈ 1990 മുതൽ ഈ സമയം വരെ 2026 ഏകദേശം 36 വർഷക്കാലം ഈ തിരുവചനം എടുക്കുകയും തിരുവചനത്തിൽ പ്രസംഗിക്കുകയും മറ്റനേകരെ ഉപദേശിക്കുകയും ഒക്കെ ചെയ്തിട്ടും ഉപായരൂപേണ പണം സമ്പാദിക്കുവാനോ അല്ലെങ്കിൽ ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശലവാക്ക് പറയുവാനോ അല്ലെങ്കിൽ സൂത്രത്തിൽ മറ്റുള്ളവരെ വശീകരിക്കുവാനോ വഞ്ചിക്കുവാനോ അല്പം പോലും എൻ്റെ മനസ്സ് അനുവദിച്ചിട്ടില്ല, ഞാൻ ചെയ്തിട്ടുമില്ല. എന്നാൽ ഈ നാളുകളിൽ പല വിശ്വാസികളും ദൈവമക്കളും പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ അടുക്കൽ വരുമ്പോൾ, എന്നെ വിളിക്കുമ്പോൾ അവരൊക്കെ നേരിടുന്നതായ വലിയ വലിയ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ ഹൃദയം പലപ്പോഴും വേദനിക്കാറുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് തന്നെ പല സബ്ജക്റ്റുകൾ ഞാൻ നേരിട്ടപ്പോൾ ഞാൻ ഹൃദയം കൊണ്ട് വളരെ പൊട്ടിപ്പോയിട്ടുണ്ട്. കാരണം ഞാൻ കുറേ പേരെ കർത്താവിൻ്റെ അടുക്കലേക്ക് നടത്താനിടയായിത്തീർന്നു. ക്രിസ്ത്യൻ സമുദായത്തിലല്ലാതെ മറ്റ് സമൂഹങ്ങളിൽ നിന്ന് വന്ന പലരെയും കർത്താവിലേക്ക് നടത്തുവാനും അവരെ സ്നാനപ്പെടുത്തുവാനും അവരെ ക്രിസ്തുവിൽ ഉറപ്പിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞാനൊരു ഉദാഹരണം പറയാം. ഒരിക്കൽ ഒരു വളരെ പാരമ്പര്യ സമൂഹത്തിൽ നിന്ന്, ക്രിസ്ത്യൻ അല്ലാത്തൊരു മതസമൂഹത്തിൽ നിന്ന് ഒരു വലിയ കുടുംബം വലിയ കടക്കണിയിലായി. ആത്മഹത്യ മാത്രമേ അവരുടെ മുമ്പിലുണ്ടായിരുന്നുള്ളൂ.
അങ്ങനെ ആത്മഹത്യക്ക് വേണ്ടി ഇരുന്ന സമയത്ത് എന്നെ വിളിക്കുകയും ഞാൻ കടന്നുപോയി കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുകയും അവരുടെ ഉള്ളിൽ ഒരു പ്രത്യാശ ജനിപ്പിക്കത്തക്ക നിലകളിൽ അവർക്കൊരു ആശ്വാസം കൊടുക്കുകയും ചെയ്തു. അവർ തീരുമാനത്തിൽ നിന്ന് പിന്മാറി ആത്മഹത്യ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ച് അവർ സമർപ്പിച്ചു. അങ്ങനെ അവർ ആ കുടുംബം മുഴുവനായിട്ട് ഒരു പ്രായമുള്ള ഒരു 80 വയസ്സുള്ള ഒരു അമ്മയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ അവർ സ്നാനമൊക്കെ പെട്ട് കർത്താവിനോട് ചേർന്നു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴേ അവരുടെ സിറ്റുവേഷനൊക്കെ മാറി. വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു. അവർക്ക് ആശ്വാസം ലഭിച്ചു. അവരുടെ മക്കളെല്ലാം നല്ല രീതിയിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് ആ അമ്മ, വല്യമ്മ, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാനിടയായിത്തീർന്നു. കർത്താവ് അങ്ങ് വിളിച്ചു. ആ സമയത്ത് എനിക്ക് സെമിത്തേരിയുടെ സംവിധാനങ്ങളൊന്നുമില്ല. ഞാൻ അപ്പോൾ ആ സമയത്ത് എനിക്കറിയാവുന്ന വളരെ ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ പ്രബലമായിട്ട് പ്രസംഗിക്കുന്ന ഘോരം പ്രസംഗിക്കുന്ന ഒരാളും അറിയപ്പെടുന്ന പ്രശസ്തനായൊരു ദൈവദാസനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഒന്ന് സഹായിക്കാൻ പറ്റുമോ? സെമിത്തേരിയിലൊന്ന് അടക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് സെമിത്തേരി ഉണ്ടോ? ഞങ്ങൾക്ക് സെമിത്തേരി ഒന്നുമില്ല. അവർ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. അവരെ കൈക്കൊണ്ടു. അവർക്ക് ആവശ്യമായ സപ്പോർട്ടൊക്കെ കൊടുത്തു. പക്ഷേ ഇപ്പം മരണം വന്നപ്പോൾ അവർക്ക് അടക്കാൻ നിവർത്തിയില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാര്യം പറയാം. ആ പുള്ളിക്കാരൻ കൈ മലർത്തി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സാധിക്കത്തില്ലെന്ന് പറഞ്ഞു. നോക്കണം, അവിടെ ഒരു ഡിനോമിനേഷൻ സ്പിരിറ്റാണ്. ഒരാളെ സഹായിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഈ പ്രസംഗിക്കുന്ന ദൈവദാസന്മാർക്ക് പലപ്പോഴും ഇല്ല. ഞങ്ങൾ അത് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ കർത്താവ് വേറെ വഴി ദൈവം തുറന്നു. നല്ല രീതിയിൽ ആ അമ്മയ്ക്ക് അവസാനമായിട്ടൊരു യാത്രയപ്പ് നടത്തി. എന്നാൽ ഞാൻ പറഞ്ഞത് താല്പര്യം, ഈ പ്രസംഗിച്ച ആൾ ഭയങ്കര പ്രസംഗികനെ, എപ്പോഴും പ്രസംഗിക്കുക, യൂട്യൂബിലൊക്കെ ഭയങ്കര 1000കണക്കിന് 10000കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ഈ പ്രസംഗിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്, പക്ഷേ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ പ്രസംഗത്തെക്കാട്ടി കൂടുതൽ നമ്മുടെ പ്രവൃത്തി ഭംഗിയായിരിക്കണം. അതുപോലെ തന്നെയാണ് ഈ കള്ളപ്രവാചകൻ്റെ വിഷയത്തിൽ. ഈ കഴിഞ്ഞിടെ ഒരാളെന്നെ ഫോണിൽ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ ഒരു സഭയിൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. 16-ാം ദിവസമാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ വളരെ ദൂരെ നിന്ന് വിളിക്കുകയാണ്. 16-ാം ദിവസം 16 ദിവസവും 16 പ്രവാചകന്മാരും ദൈവദാസന്മാരും ആ കൂട്ടായ്മയിൽ വന്നു. എന്നിട്ട് 16 പേരും ഈ ആളുടെ മേൽ കൈവച്ച് പ്രവചിച്ചു. ഇവർക്കാകെ കൺഫ്യൂഷൻ. ഒരാൾ പറഞ്ഞു ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും കാരണം അവരുടെ മേലുള്ള പൈശാചിക ശക്തിയാണ്. വേറൊരാൾ പറഞ്ഞു അവിടെ ഒരു പനയുണ്ട്, ആ പനയിൽ നിന്നാണ് ശക്തി ഇളകി വരുന്നത്. വേറൊരാൾ പറഞ്ഞു ആ മുറി മുഴുവൻ പൈശാചിക ശക്തിയാണ്. എന്നാൽ ആ കുടുംബം എന്ന് പറയുന്നത് അവർക്ക് ഇങ്ങനെയുള്ള ശക്തികളുമായിട്ട് ബന്ധമൊന്നുമില്ല. അവർ യേശുവിനെ വിശ്വസിക്കുന്നൊരു കുടുംബമാണ്. പിന്നെ എങ്ങനെയാണ് ഈ പൈശാചിക ശക്തികളൊക്കെ അങ്ങോട്ട് കയറിയത്? ഞാൻ പറഞ്ഞത്, പ്രിയമുള്ളവരെ, ഞാൻ ദൈവവചനം പറഞ്ഞു കൊടുത്തു. എങ്ങനെയാണ് ഒരാൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നാൽ അവന് ഒരു അധികാരം കർത്താവ് കൊടുക്കുമെന്ന് തിരുവചനം ഞാൻ തെളിയിച്ചു കൊടുത്തു. യേശുവിനെ ഒരാൾ കൈക്കൊണ്ടാൽ, യേശുവിനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകുവാൻ ഒരു അധികാരം കൊടുത്തു. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ വീട്ടിലേക്കുള്ള പ്രവേശനമാണ്, ദൈവത്തിൻ്റെ ആ രാജ്യത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ് യേശുവിനെ രക്ഷിതാവാൽ ആയിട്ടും കർത്താവായിട്ടും നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു അധികാരം, അപ്പോൾ ആ പ്രിയപ്പെട്ടവരുടെ ഒരു ഭയമുണ്ടായിരുന്നു. എല്ലാം പേടിയാണ്. ശരീരം മുഴുവൻ അസുഖം, കുഞ്ഞുങ്ങൾക്ക് അസുഖം, ഒരാൾക്ക് പനി, അല്ലെങ്കിൽ വേറൊരാൾക്ക് ബുദ്ധിമുട്ട്, ഭർത്താവും ഭാര്യയും തമ്മിൽ ഇഷ്യൂസ്, എല്ലാം കൊണ്ടും അവർക്ക് ആകെ ഒരു സങ്കടാവസ്ഥ. ഞാൻ പറഞ്ഞ സങ്കടത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ദൈവം നമ്മുടെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയാൽ, ദൈവത്തിൻ്റെ വീട്ടിൽ നമ്മൾ താമസിക്കാൻ തുടങ്ങിയാൽ, ദൈവം സമാധാനത്തിൻ്റെ പ്രഭുവായിരിക്കുമ്പോൾ ആ സമാധാനത്തിൻ്റെ പ്രഭുവിൻ്റെ ആ സാന്നിധ്യം നമ്മുടെ മേലും വെളിപ്പെടാനിടയായിത്തീരും. എന്ന് പറഞ്ഞാൽ നമ്മളും സമാധാനത്തിൻ്റെ പുത്രന്മാരായി വെളിപ്പെടും.
അതാ ഭൂമിയിൽ സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്ന് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു കർത്താവ് പഠിപ്പിച്ചു. അപ്പോൾ ഭൂമിയിൽ സമാധാനം ഒന്ന് ദൈവത്തിങ്കിൽ നിന്ന് വരുന്നു, രണ്ട് നമ്മിൽ കൂടെ മറ്റുള്ളവർ സമാധാനം ഉണ്ടാകും. അപ്പം പ്രവാചകന്മാരെന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളവർക്ക് കലഹമുണ്ടാക്കുന്ന, കലഹിപ്പിക്കുന്ന, കൺഫ്യൂഷനാക്കുന്ന, അല്ലെങ്കിൽ സംശയം ജനിപ്പിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യന് ഭയം വരുത്തുന്ന ആലോചനകൾ വെളിപ്പെടുത്താൻ വേണ്ടിയല്ല പ്രവാചകന്മാരെ വെച്ചിരിക്കുന്നത്. പിന്നെയോ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി, പാപബോധം വരുത്തി റിപ്പൻറ്റൻസ് ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ആലോചനകൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഒരു റിപ്പൻറ്റൻസ് ഉണ്ടാകണം, പാപബോധമുണ്ടാകണം, ന്യായവിധിയെക്കുറിച്ചൊരു ബോധമുണ്ടാകണം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് ബോധിപ്പിച്ചു വരും. എന്നിട്ട് മടങ്ങിപ്പോവുകയല്ല, പിന്നെയോ മാനസാന്തരം ഉണ്ടായി, അയ്യോ ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങളിനി എന്താണ് അടുത്ത പോംവഴി. അപ്പോഴാണ് പ്രവാചകൻ പറയേണ്ടത്, ഒറ്റ പോംവഴിയേ ഉള്ളൂ, പാപം ഏറ്റുപറഞ്ഞുപേക്ഷിക്കുക, അനുസരണക്കേണ്ടേ തള്ളിപ്പറയുക, എല്ലാ തെറ്റുകുറ്റങ്ങളും ക്രമീകരണം പ്രാപിക്കുക, ശുദ്ധീകരണം പ്രാപിക്കുക. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. അങ്ങനെ ഒരു കറക്റ്റീവ് ആക്ഷൻ, ലോകപ്രകാരം പറഞ്ഞാൽ കറക്റ്റീവ് ആക്ഷൻ ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കറക്റ്റീവ് ആക്ഷൻ ഉണ്ടാകണം. ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്ക് അവർക്ക് ഭയങ്കര ആശ്വാസമായി. അവരുടെ ആ കൺഫ്യൂഷനെല്ലാം മാറി. 16 ദിവസമായിട്ട് ദൂതുകൾ മാത്രം കേട്ട് അവർക്കൊരു റെമഡി ഇല്ല. ഇവരെല്ലാം ഈ ദൂത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷേ റെമഡി വേണം. നമുക്ക് ദൂത് കേൾക്കുന്നത് ഭയങ്കര സന്തോഷമാണ്, പക്ഷേ ആ ദൂതിനോടൊപ്പം എന്തു വേണം? ഒരു പരിഹാര മാർഗം കൂടി വേണം. ഹല്ലേലൂയ. ഇപ്പം കൂടുതലും കേൾക്കുന്ന ദൂത് മാത്രം കേട്ടുകൊണ്ടിരിക്കും, പക്ഷേ പരിഹാര മാർഗം വ്യക്തമായിട്ട്, രോഗിയാണോ രോഗത്തിൻ്റെ ആശ്വാസം ഉണ്ടാകണം, ദുഃഖിച്ചാണോ ജീവിക്കുന്നത്, ദുഃഖത്തിൽ നിന്ന് ഒരു വിടുതലുണ്ടാകണം, നിരാശപ്പെട്ടാണോ ആ നിരാശയിൽ നിന്ന് കരകയറണം, സങ്കടപ്പെട്ടാണോ ആശ്വാസം ഉണ്ടാകണം, അല്ലെങ്കിൽ ബലഹീനാണോ ബലമുണ്ടാകണം. ഇതാ റെമഡിയൽ ആക്ഷൻ ഉണ്ടാകണം. അപ്പോൾ നമുക്ക് ഒരു പരിഹാരമാർഗം, ആ പരിഹാരമാർഗം എങ്ങനെയാണ് കിട്ടുന്നത്? അത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയാണ്, ഈ തിരുവചനത്തിൽ കൂടെയാണ്. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ, അത് തേനിലും തേൻകട്ടയിലും മധുരമുള്ള ഈ വചനം നമ്മളെ നോക്കണം, എല്ലാറ്റിനെയും വഹിക്കുവാൻ ഈ വചനത്തിന് കഴിയും. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ ഒരു വാക്യം തിരുവചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. നോക്കണം, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. എന്ത് കാര്യമുണ്ടെങ്കിലും, ഇപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും ഈ വചനത്തിന് വഹിക്കാൻ കഴിയും. ഈ വചനം നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ, ഈ വചനത്തിന് നിങ്ങളുടെ ഏത് പ്രയാസത്തെയും, ഏത് ഭാരത്തെയും, ഏത് സങ്കടത്തെയും, ഏത് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലെന്ന് പറയുന്ന ഏത് വിഷയത്തെയും വഹിക്കുവാൻ കഴിയുന്ന ശക്തിയുള്ളതാണ് ഈ തിരുവചനം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമല്ലോ, പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതാണ് യേശു ക്രിസ്തു. കർത്താവ് ചെയ്തതായ ആദ്യത്തെ അത്ഭുതം പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ അസാധ്യമായിരുന്ന ആ പച്ചവെള്ളത്തെ, അതിൻ്റെ ടേസ്റ്റ് മാറ്റി, രൂപങ്ങൾ മാറ്റി, ഗുണം മാറ്റി, നിറം മാറ്റി. സെക്കൻഡുകൾക്കുള്ളിൽ കല്യാണ വീട്ടിൽ വിരുന്നിന് ധാരാളമായി കൊടുക്കാൻ ഇത്രയും മേൽത്തരമായ വീഞ്ഞ് ഇനിയും സൂക്ഷിച്ചിരിക്കുകയാണോ എന്ന് പറഞ്ഞവർ ആശ്ചര്യം കൂറി. പ്രിയമുള്ളവരെ, നിങ്ങൾ നേരിടുന്നതായ നിങ്ങളുടെ അസാധ്യമെന്ന് പറയുന്ന ആ വിഷയത്തെ വഹിക്കുവാൻ കഴിയുന്ന സർവശക്തിയുള്ള ഈ വചനം നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്കത് അനുഗ്രഹമായി തീരും. ഇനിയും തുടരും. ദൈവം അനുവദിച്ചാൽ ഇനിയും ഈ സബ്ജക്റ്റ് തുടരും.
കർത്താവ് സഹായിക്കട്ടെ. ഈ ഷോർട്ട് മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. അത് നിങ്ങൾക്ക് അത് അനുഗ്രഹമായെങ്കിൽ കമൻറ്റ് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്കും അത് അനുഗ്രഹമായി തീരട്ടെ. ആവശ്യമില്ലാത്ത കുടുക്കുകളിലും കെണിയിലും നിരാശയിലും ചെന്ന് ചാടരുത്. ഹല്ലേലൂയ. വലഞ്ഞു പോകരുത്. ഹല്ലേലൂയ സ്തോത്രം. പ്രത്യേകിച്ച് ഈ പെന്തക്കോസ്തലെ ഹല്ലേലൂയ സ്തോത്രം വലയ്ക്കുന്ന ശക്തികളുടെ മുമ്പിൽ ചില പ്രത്യേക ശക്തികൾ ചിലരെ വലയ്ക്കും. എന്ന് പറഞ്ഞാൽ സ്നേഹം എന്ന് പറയുന്നൊരു സംഭവം കാണാനേ ഇല്ല. വളരെ കുറവുള്ള ജനത്തിലാണ് കാണാൻ പറ്റുന്നത്. സ്നേഹമുള്ളവർ വളരെ കുറവാണ്. ഭയങ്കര പാട്ട് കാണും, കയ്യടി കാണും, അന്യഭാഷ കാണും, ഉച്ചത്തിലുള്ള ശബ്ദമൊക്കെ കാണും. പക്ഷേ ഹൃദയം കൊണ്ട് സ്നേഹിക്കുക. സ്നേഹം 1 കൊരിന്ത്യർ 13-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം. സ്നേഹം എന്നാൽ എന്തെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ആ ഒരു ക്വാളിറ്റി ഇന്നത്തെ പല സഭകളിലുമില്ല. ദൈവം എന്ന് വെച്ചാൽ അതിൻ്റെ തുടർമാനം നമുക്ക് പിന്നെയും സംസാരിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ വചനം കേട്ട എല്ലാവരുടെ മേലും കർത്താവേ അങ്ങയുടെ നീതിയുടെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വിശ്വസിക്കുന്ന അവരുടെ എല്ലാ പ്രയാസങ്ങളും, അവർ നേരിടുന്നതായ ആ സങ്കടങ്ങൾ, ആ ഭാരങ്ങൾ, ആ ദുഃഖങ്ങൾ, ആ ആത്മഹത്യ പ്രേരണ, ആ രോഗം യേശുവിൻ്റെ നാമത്തിൽ വചനത്താൽ വഹിക്കപ്പെട്ടത് പ്രാർത്ഥിക്കുന്നു. വചനം അവർ വിശ്വസിക്കുമ്പോൾ ആ പ്രയാസം വഹിച്ച് അവരിൽ നിന്നത് മാറിപ്പോട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഭാരം നീങ്ങിപ്പോട്ട്, സങ്കടം മാറിപ്പോട്ടെ, നിരാശകൾ മാറിപ്പോട്ട്, അതേ രോഗങ്ങൾ മാറിപ്പോട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.